നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതും വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നതും അവരുടെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കുന്നതെല്ലാം തന്നെ ഇതൊക്കെ ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് ഒരു ഉമ്മയും ഉപ്പയും ചെയ്തു കൊടുക്കേണ്ട കാര്യമുണ്ട്. മക്കൾക്ക് നമ്മൾ ഭയങ്കര കംഫർട്ടാവുക എന്നുള്ളതാണ്. അവർ നമ്മളെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് കൊതിക്കണം, അല്ലെങ്കിൽ അവർ നമ്മളെ കൂടെ ജീവിക്കാൻ വേണ്ടി വല്ലാണ്ട് ആഗ്രഹിക്കണം. അവർ നമ്മളെ കൂടെ കിടന്നുറങ്ങുന്ന സമയമാവട്ടെ, നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയമാവട്ടെ, നമ്മളെ കൂടെ ഇരിക്കുന്ന സമയമാവട്ടെ, നമ്മളെ കൂടെ കളിക്കുന്ന സമയമാവട്ടെ, നമ്മളെ കൂടെ യാത്ര ചെയ്യലാവട്ടെ, എല്ലാ കാര്യത്തിനും അവർക്ക് നമ്മളാവണം ബെസ്റ്റ്. ഇങ്ങനെ ഒരു കംഫർട്ട് സോൺ നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു രക്ഷിതാവിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും വേണം. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ മക്കൾ നമ്മളെ കൂടെ ഇരിക്കാമെന്ന് പറയുമ്പോൾ നമ്മളൊരു ഡിവൈസിലും അവരൊരു ഡിവൈസിലും ഇരിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. വിത്തൗട്ട് ഡിവൈസ് നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഓക്കെ ആണോ? ഇപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ച ദിവസം ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും, സോ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും വീട്ടിൽ നിങ്ങൾ അടിച്ച് പൊളിച്ച് നിൽക്കാൻ നിങ്ങളുടെ വീട്ടിൽ പറ്റുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ കംഫർട്ടാണ്. നമ്മളെ മക്കളുടെ അടുത്ത് എത്രത്തോളം കംഫർട്ടാണ് എന്നുള്ളത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് ഏറ്റവും വലിയ സമാധാനം കൊടുക്കുന്ന രക്ഷിതാക്കളായിട്ട് നമ്മൾ മാറുക, ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ആ സമാധാനം നിങ്ങൾ കൊടുത്താൽ മാത്രമാണ് നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും പീസ്ഫുള്ളായ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങളിലൂടെ ലഭിക്കുകയുള്ളൂ. ഇതാണ് ഏറ്റവും വലിയ ഓരോ രക്ഷിതാവിൻ്റെയും ഉത്തരവാദിത്തം.